മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഓഗസ്റ്റ് മാസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം. ഓഗസ്റ്റ് മാസത്തിൽ, ഈ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളെയും ഈശോയിലേക്ക് സമർപ്പിക്കാം. ഈ മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ പുതിയ കാര്യങ്ങളെയും, എല്ലാ പുതിയ സംഭവങ്ങളെയും എല്ലാം ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ഒരു മാസം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവിക ഇടപെടലിൻ്റെ ഒരു മാസമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് മാസത്തിൽ നമ്മളേറെ പ്രാധാന്യത്തോടു കൂടി ധ്യാനിക്കുന്ന ഒരു വലിയ വിഷയമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ. ഈ ഒരു മാസമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനായി നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു മാസമാണ്. നമ്മൾ കഴിഞ്ഞ മാസം തൊട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ഓഗസ്റ്റ് 15 വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഒരു മാസവും കൂടിയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഈ ഒരു മാസത്തിൽ നമ്മളേറെ ഗൗരവത്തോടെ ധ്യാനിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതം, നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 15 നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ ചെയ്യുന്നത്. അതിന് നമ്മൾ പരിശുദ്ധ അമ്മ വചനത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് അമ്മയെക്കുറിച്ച്. അതിങ്ങനെയാണ്, അവളെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മ ധ്യാനിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശമയോൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഒരു പ്രവചനമുണ്ട്. അതിപ്രകാരമാണ്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ സമർപ്പിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ആ വിശുദ്ധിയെക്കുറിച്ചും കടന്നുപോയ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി സ്നേഹമുള്ളവരെ, നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ അല്പം കൂടി ഈശോയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി സമർപ്പിക്കുക എന്നുള്ളതാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എന്നാണ്. അതായത് നമ്മുടെ ഹൃദയത്തെ ഒരു പുതിയ ഹൃദയമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയണം എന്ന് യാക്കോബ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയണം. ഹൃദയത്തിൻ്റെ അകത്തുള്ള പാപമാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധ അമ്മ ഇങ്ങനെ നിർമ്മലമായി വിശുദ്ധയായി ജീവിച്ചതുപോലെ ഹൃദയത്തെ ഒരുക്കണം. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്ന. ഹൃദയത്തിൻ്റെ അകത്ത് വിശുദ്ധി വരണം. അതുകൊണ്ടാണല്ലോ മറ്റൊരു വചനം എങ്ങനെ കാണുന്നത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. അത് നമ്മുടെ ഹൃദയമാണ് വിശുദ്ധീകരിക്കപ്പെടുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ സമർപ്പിച്ച് ഈ ഒരു മാസത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉള്ള ദുഷ്ടതകളെ, അശുദ്ധിയെ ഒക്കെ കഴുകി വിശുദ്ധീകരിച്ച് നമ്മൾ ധ്യാനിച്ചു. ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ വീണ്ടും നമ്മളെ തന്നെ പുതുക്കി സമർപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു അല്പം ഈ തിരുഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്കൊരു കാര്യം പിടികിട്ടും. യോഹന്നാൻ ഈശോയുടെ ഹൃദയത്തോട് അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിട്ട് ധ്യാനിച്ച, കുർബാനയെ ധ്യാനിച്ച ഒരു യോഹന്നാനാണ്. ഈ യോഹന്നാൻ ആണ് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഇതിങ്ങനെ നേരിട്ട് കാണാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച 2 ആളുകൾ, ഒന്ന് പരിശുദ്ധ അമ്മ, 2 യോഹന്നാനാണ്. ഇവർ രണ്ടുപേരും ഈശോയുടെ ഹൃദയവുമായി നന്നായിട്ടിങ്ങനെ ചേർന്നിരുന്നവരാണ്. ഇവർക്കാണ് ഈ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഒഴുകപ്പെട്ട ചോര കാണാനും അത് അനുഭവിക്കുവാനുമായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചത്. ഈ ഒരു മാസത്തിൽ ഈശോയുടെ തിരുവിലാവിലെ ചോര കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ദുഷ്ടതകളെ, പാപത്തിൻ്റെ അവസ്ഥകളെ കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ടുള്ള ഒരു വലിയൊരു ആഹ്വാനം തിരുസഭ ഈ ഒരു തിരുനാളുകളിലൂടെ നമുക്ക് നൽകുന്നുണ്ട്.
ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ ആചരിക്കുന്ന വേറൊരു തിരുനാളാണ് കർത്താവ് ഈശോ മിശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ. ഓഗസ്റ്റ് മാസം 6-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളാണ്. ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളിന് വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥനകളും ലിറ്റർജികളെല്ലാം നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. എന്താണ് ഈ രൂപാന്തരീകരണ തിരുനാളിന് നമ്മൾ അല്പം പ്രാധാന്യത്തോടെ കാണുന്നത്? ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ മാത്രം കൂട്ടിക്കൊണ്ടൊരു ഉയർന്ന മലയിലേക്ക് പോകുന്നു. അവിടെ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാ ഇടങ്ങളിൽ ഈശോയ്ക്ക് ഏലിയായും മോശയും പ്രത്യക്ഷപ്പെടുന്നു. പത്രോസ് പറയുന്നു ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രൂപാന്തരീകരണ തിരുനാൾ നമ്മൾ കാണുന്നത്. ഈശോയുടെ ദൈവത്വത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണമാണ് ഈ രൂപാന്തരീകരണ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെയും ഈ രൂപാന്തരീകരണ തിരുനാൾ നമ്മൾ ഓഗസ്റ്റ് 6-നാണ് നമ്മൾ ആചരിക്കുന്നതെങ്കിൽ ഈ രൂപാന്തരീകരണ തിരുനാളിന് ശേഷം കൃത്യം 40 ദിനത്തിന് നമ്മൾ ആഘോഷിക്കുന്ന മറ്റൊരു തിരുനാളാണ് സെപ്റ്റംബർ 14. അത് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളും 40 ദിനങ്ങളും എല്ലാം ഈ താബോർ മലയിലെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്, ഏലിയ പ്രവാചകനും ഈ ഒരു 40 ദിനവും ഒരു ഹോറേബ് മലയും അവിടെ നടക്കുന്ന ദൈവത്തോട് ഒന്നായി ചേർന്ന് ഹൃദയം ദൈവത്തോടുള്ള തീക്ഷ്ണതയാൽ എരിയുന്ന ഒരു അനുഭവമെല്ലാം ഈ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ ഏലിയായാണ് ഈ വീണ്ടും താബോർ മല മുകളിൽ ഈശോയുടെ മുന്നിൽ കൂടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ. ഈ ഏലിയായ്ക്ക് ഒരു 40 ദിനത്തിൻ്റെ യാത്രയുടെ ചരിത്രമുണ്ട്. ഈ 40 ദിനത്തിൻ്റെ യാത്രയുടെ ചരിത്രം തളർന്നു തുടങ്ങിക്കിടന്ന ഏലിയായ്ക്ക് ഈ ദൈവത്തിൻ്റെ ദൂതൻ ചുടുകല്ലിൽ ചുട്ട് എടുത്ത അപ്പവും വെള്ളവും കൊടുത്ത ശക്തിയിൽ നടന്ന ഒരു യാത്രയുടെ 40 ദിനങ്ങളുടെ അനുഭവങ്ങളാണ്. ഇനി ഇവിടെ ഏലിയായുടെ കൂടെ പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരാളാണ് മോശ. ഏലിയായും മോശയുമാണ് അവിടെ രൂപാന്തരീകരണ തിരുനാളിൽ ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. മോശ എന്ന് പറയുന്നത് പഴയ നിയമത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് മോശ, നിയമം. ഏലിയ എന്ന് പറയുന്നത് പ്രവാചകൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:17 ഇങ്ങനെ ഒരു വചനമുണ്ട്, നിയമത്തെയും പ്രവാചകന്മാരെയും അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. മത്തായി 5:17. അതായത് ഈ മോശയും ഏലിയായും താബോർ മലയിൽ ഈശോയുടെ മുന്നേ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നിയമത്തെയും പ്രവാചകന്മാരെയും അതതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കാൻ വന്നവൻ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയോടെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഈ നിയമത്തെയും പ്രവാചകന്മാരെയും അസാധുവാക്കാൻ അല്ല പൂർത്തിയാക്കാനാണ് വന്നതെന്നതിൻ്റെ അല്പം കൂടി ആഴത്തിലുള്ള ഒരു വചന ധ്യാനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലെ 21-ാം തിരുവചനം. റോമ 3 അതിൻ്റെ 21-ാമത്തെ വചനം. അതിങ്ങനെയാണ്, നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ ദൈവിക നീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ ദൈവിക നീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ് വചനം. പക്ഷേ വളരെ അല്പം നമ്മൾ ഈ വചനത്തോട് ചേർന്നിരുന്ന് ധ്യാനിച്ചാലേ ഇതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയ ഒരു ദൈവിക നീതി അത് നിയമം അനുസരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നായിരുന്നെങ്കിൽ ഇത് നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് താബോർ മലയിൽ അവിടെ സംഭവിച്ചത്. ഈശോയുടെ ദൈവത്വത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അവിടെ ഒരു ദൈവിക നീതിക്ക് പിന്നെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട കൃപയുടെ നിയമമാണ്. ആ നിയമത്തിലൂടെയാണ് പുതിയ നിയമം നീതീകരിക്കപ്പെടുന്നത് എന്നെല്ലാമാണ് ഈ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നതിൻ്റെ ആഴമേറിയ അർത്ഥതലങ്ങൾ. സ്നേഹമുള്ളവരെ, ഈശോയുടെ പ്രത്യക്ഷീകരണം, ഈശോയുടെ രൂപാന്തരീകരണം നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഇവിടെയും നമ്മൾ ഒന്ന് വേറിട്ട് ചിന്തിച്ച് ധ്യാനിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവർ അവിടെ എന്താ സംസാരിച്ചിരുന്നതെന്ന് ലൂക്ക 9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ 9-ാം അധ്യായത്തിൽ ഈ മോശയും ഏലിയായും ഈശോയും കൂടി സംസാരിച്ചിരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ സംസാരിച്ചിരുന്നത്
ജെറുസലേമിൽ ഇനി നടക്കാൻ പോകുന്ന ഈശോയുടെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. വരാൻ പോകുന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ കുരിശിനെക്കുറിച്ചാണ് ഈ പ്രത്യക്ഷപ്പെടൽ സമയത്ത്, മഹുദ്ധീകരണ സമയത്ത് മോശയും ഏലിയായും സംസാരിച്ചിരുന്നത്. കടന്നുപോകലിനെക്കുറിച്ച്, കുരിശീകരണത്തെക്കുറിച്ച്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ രൂപാന്തരീകരണ തിരുനാൾ നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറെ ഗൗരവത്തോടെ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഈ മഹുദ്ധീകരണത്തിൻ്റെ പിന്നിൽ ഒരു ക്രൂശീകരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനമുണ്ടെന്നുള്ളതാണ്. അതാണ് ഈ 40 ദിനത്തിനെ കുറിച്ച് ഞാൻ ആദ്യം വിശദീകരിച്ചത്. അതാണ് നമ്മൾ റോമ 8:17 ഒരു വചനമുണ്ട്. റോമ 8:17 അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോട് കൂടെ പീഡ അനുഭവിക്കുന്നു. റോമ 8:17 അവസാന വചനഭാഗം ഇങ്ങനെയാണ്: അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോട് കൂടെ പീഡ അനുഭവിക്കുന്നു. ഈശോയുടെ മഹുദ്ധീകരണ തിരുനാളാണ് നമ്മളിങ്ങനെ ആഘോഷിക്കുന്നതെങ്കിൽ, ഈ ഈശോയുടെ കൂടെ മഹുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വചനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവനോട് കൂടെ പീഡ അനുഭവിക്കണമെന്നുള്ളതാണ്. അതാണ് അവിടെ മോശയും ഏലിയായും നമ്മൾ സംസാരിച്ചിരുന്നതും ഈ ഈശോയുടെ ക്രൂശീകരണത്തെക്കുറിച്ചാണ്, ഈ പീഡാനുഭവത്തെക്കുറിച്ചാണ്. അത് തന്നെയല്ലേ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈശോയെ പറയുന്നത്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഈ മഹത്വീകരണ തിരുനാൾ, രൂപാന്തരീകരണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു സഹനത്തിൻ്റെ, അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ മകുടമായിട്ടാണ് ഈ മഹത്വീകരണം, ഈശോയോടൊപ്പമുള്ള മഹത്വീകരണം. അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതും. നമ്മൾ ജീവിതത്തിൻ്റെ വഴികളിൽ വിവിധ രീതികളിൽ കഷ്ടപ്പാടും സഹനവും പല മാനസികാവസ്ഥകളിലൂടെയും രോഗപീഠകളിലൂടെയും നമുക്ക് ചിലപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഉത്തരമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അടുത്ത ഈ ഓഗസ്റ്റ് മാസത്തിലെ അടുത്ത പ്രധാനപ്പെട്ടൊരു സംഭവമാണല്ലോ നമ്മൾ ഓഗസ്റ്റ് 15 നമ്മൾ ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. ഈ തിരുനാളും ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ളൊരു ഉത്തരവും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ സഹനത്തിലൂടെ എങ്ങനെ മഹുദ്ധീകരണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നോക്കിയേ, നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് മാതാവിൻ്റെ തിരുനാളുകളുണ്ട്. പക്ഷേ കടമുള്ള ഒരു ദിവസമായി മാതാവിൻ്റെ തിരുനാളിനെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരൊറ്റ തിരുനാളിനേ ഉള്ളൂ. അത് ഈ ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. അതെന്താണ് മറ്റു തിരുനാളുകളിൽ നിന്ന് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഇത്ര സ്പെഷ്യാലിറ്റി? ഇത് മാത്രമാണ് നമ്മളിങ്ങനെ കടമുള്ള ദിവസമായി നമ്മൾ മാറ്റിവെക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സഭ നിർദ്ദേശിക്കുന്നത്. മാതാവിൻ്റെ മറ്റ് തിരുനാളുകളിൽ നിന്നെല്ലാം ഈ തിരുനാളിന് വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെയാണ്. CCC കത്തോലിക്ക സഭയുടെ പ്രബോധനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. CCC 766 അതിൻ്റെ ഖണ്ഡികയിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കണം: ആത്മശരീരങ്ങളോടെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇനി ഈ ആദ്യത്തെ സഹനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്ത ഒന്ന് വരണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പുറകോട്ട് പോയാൽ, പണ്ട് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു ദൂതൻ്റെ വെളിപാട് കിട്ടിയതല്ലാതെ പരിശുദ്ധ അമ്മയ്ക്ക് മുന്നോട്ട് ഒരു ദൈവദൂതൻ്റെ വെളിപാടുകളോ ഒരു അത്ഭുതങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. പോട്ടെ, യൗസപിതാവിൻ്റെ അടുക്കലാണ് പിന്നീട് ദൂതൻ വരുന്നതെല്ലാം. മാതാവിനോടൊന്ന് ചോദിക്കുന്ന പോലുമില്ല. പിന്നീടോ മുഴുവനും ഇങ്ങനെ 7 വ്യാകുലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഇതെല്ലാം പോട്ടെ, ഈശോ ഇത്രയും സ്നേഹിക്കുന്ന ഈശോയും മാതാവെല്ലാം നല്ല സ്നേഹബന്ധത്തിൽ നിന്നിരുന്ന ഈ ഈശോയ്ക്ക് ഉത്ഥാനം ചെയ്തതിന് ശേഷമെങ്കിലും ഒന്ന് മാതാവിന് സ്പെഷ്യലായി ഒന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നില്ലേ? മാതാവിൻ്റെ ജീവിതത്തിൽ
ഈ പറയുന്ന അതിസ്വാഭാവികമായ യാതൊരു ദൈവിക വെളിപാടുകളോ ദൈവിക പ്രത്യക്ഷീകരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ കണക്കിന് പറഞ്ഞാൽ ഒരു ഇരുണ്ട രാത്രി, ഒരനുഭവമില്ലാത്ത ഒരു സഹനത്തിൻ്റെ മാത്രം ഒരു ജീവിതമെന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. എല്ലാം ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന, സ്വന്തം ഏക പ്രതീക്ഷയായിരുന്ന മകനെ പോലും ഒരു കുറ്റവാളിയെപ്പോലെ കുരിശിൽ തറച്ച് കൊന്ന് എല്ലാത്തിൽ നിന്നും ഒരു ഉയർച്ചയൊന്നും ഇല്ലാതെ മാറ്റി നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ്. അത് തുടക്കം തുടങ്ങി അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ആദ്യത്തെ ഗബ്രിയേൽ ദൂതൻ്റെ പ്രത്യക്ഷീകരണം കഴിഞ്ഞാൽ ഒരു ദൈവിക വെളിപാടുകളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ പരിസമാപ്തി. എന്താണ്? അമ്മയുടെ ഇഹലോകവാസത്തിന് ശേഷം ശരീരത്തോടു കൂടെ, ആത്മശരീരങ്ങളെന്ന് പറഞ്ഞാൽ ശരീരത്തോടും നമ്മളായിരിക്കുന്ന അതേ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു വന്ന് എടുക്കപ്പെട്ടു എന്നാണ്. അതെന്തിനായിരിക്കാം? ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഈ ഇരുണ്ട രാത്രികൾക്കെല്ലാം ശേഷം പിന്നീട് നിത്യമായ ഒരു ദൈവിക ദർശനത്തിലേക്ക് പരിശുദ്ധ അമ്മ പ്രവേശിക്കുകയാണ്. നിത്യമായ ഈ മഹത്വത്തിലായിരിക്കുന്ന, നിത്യമായി ദൈവിക ആനന്ദത്തിലായിരിക്കുന്ന, ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ശരീരത്തോടുകൂടെ തന്നെ മാതാവ് ഇങ്ങനെ എടുക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതവും ഞാനിങ്ങനെ ഇടയ്ക്ക് സൂചിപ്പിച്ചു, ചോദിച്ചത് ഒരു ഉത്തരം പോലും കിട്ടാതെ എല്ലാ മേഖലകളിലും അടിക്കടി തകർച്ചയും സഹനങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഈശോ ഒരുപാട് സഹനത്തിൻ്റെ വഴികളിലൂടെ നടത്തിയ ഒരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഇങ്ങനെ തളരാതെ മുന്നോട്ട് പോയാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും. അതാണ് റോമ 8:17 നമ്മൾ ധ്യാനിച്ച വചനമാണ്. അവനോടൊപ്പം ഒരിക്കൽ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടതിന് നാം അവനോട് കൂടെ ഇപ്പോൾ ഒപ്പയുടെ അനുഭവിക്കുന്നു എന്നാണ് വചനം. രൂപാന്തരീകരണ തിരുനാളും സ്വർഗാരോഹണ തിരുനാളും ശേഷം ഓഗസ്റ്റ് 22 നമ്മൾ മാതാവിൻ്റെ സ്വർഗരാജ്ഞി തിരുനാളൊക്കെ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളുകളുടെ ആഘോഷ തലങ്ങൾക്കപ്പുറം ഇത് നമുക്ക് നൽകുന്ന വലിയ ഒരു ദൈവശാസ്ത്ര ബോധ്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഈ സഹനത്തിൻ്റെ നടുവിലൂടെ, കുരിശിൻ്റെ നടുവിലൂടെ പതറാതെ തളരാതെ മാതാവ് കുരിശിൻ ചുവട്ടിൽ ഒന്നുമില്ലാത്ത, ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ പിടിച്ചു നിന്നപ്പോൾ എങ്ങനെ പരിശുദ്ധ അമ്മയ്ക്കത് സാധിച്ചു? ആരും ശിഷ്യന്മാരോട് പറയുന്നില്ല, പട്ടാളക്കാരോട് പറയുന്നില്ല, മകനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി യാതൊരുവിധ ബാഹ്യമായ സമ്മർദ്ദങ്ങളിലേക്കൊന്നും പരിശുദ്ധ അമ്മ പോകുന്നില്ലല്ലോ. വെറുതെ കുരിശിൻ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇതെല്ലാം അങ്ങ് സഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിന്നപ്പോഴാണല്ലോ പരിശുദ്ധ അമ്മ ആ ഒരു ഘട്ടത്തിന് ശേഷം ദൈവം അളവില്ലാത്ത വിധത്തിൽ പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ ഉയർത്തിയത്. നമ്മൾ കടന്നു പോകുന്ന ജീവിത വഴികളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവർ, ഈ ഓഗസ്റ്റ് മാസം നിങ്ങളെ സംബന്ധിക്കുന്ന വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു മാസമായി മാറും. അതായത് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ഉടനടി നമ്മുടെ തലയ്ക്ക് മീതെ കിട്ടാൻ പോകുന്ന അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രമായിരിക്കരുത്. അതാണ് 1 കൊരിന്തോസ് 15:19 വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നീ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചാൽ. നോക്കിയേ, മാതാവിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. ഒന്ന് പ്രസവിക്കാൻ നോക്കിയിട്ട് ഒരിടം പോലും കിട്ടിയിട്ടില്ല. അപ്പോഴും മാതാവിൻ്റെ വയറ്റിൻ്റെ അകത്ത് ഈ ആകാശവിധാനങ്ങളെ സൃഷ്ടിച്ച, ചെങ്കടലിനെ വിഭജിച്ച, കോട്ടകൾ തകർത്ത സർവശക്തനായ ദൈവം ഇങ്ങനെ ജീവനോടെ അകത്തുണ്ടായിരുന്നിട്ടും മാതാവ് എന്ത് വിശ്വസിച്ച് എനിക്കൊരു പ്രസവിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരുന്നത്? ആ പ്രതിസന്ധിയിലൂടെ മാതാവ് കടന്നുപോയി. അത് രക്ഷാകര പദ്ധതിയുടെ ഭാഗങ്ങളായിരുന്നു. ഇതുപോലെ ഇങ്ങനെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിശബ്ദതയിൽ സഹിച്ച് കടന്നു പോയപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ സ്വർഗാരോപണ അനുഭവത്തിലേക്ക് മാതാവ് ഇങ്ങനെ എടുക്കപ്പെടുന്നത്. ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ
ഈ ഒരു ഒളിമങ്ങാത്ത കിരീടം. അതാണ് നീ ഭാഗ്യവാൻ എന്ന് സുവിശേഷം ബൈബിൾ നമ്മളെ വിളിക്കുന്നത്. യാക്കോബ് 1:12 അതാണ് വചനം നമ്മളിങ്ങനെ വിളിക്കുന്നത്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. ഈ സഹിക്കുന്നവനാണ് ഭാഗ്യവാൻ, ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് തന്നെയല്ലേ ഇതിൻ്റെ എല്ലാം അർത്ഥം. അതിനാൽ സ്നേഹമുള്ളവരെ, ഈ വചനത്തിൻ്റെ എല്ലാ പരിസമാപ്തിയായി ഞാൻ നിങ്ങൾക്ക് ഒരു വചനം തരികയാണ്. ആ വചനം ഇതാണ്. 1 പത്രോസ് 4:12. 1 പത്രോസ് 4:12 വചനം ഉള്ളവർക്ക് അതെടുക്കാം, ഇല്ലാത്തവർക്ക് അതിങ്ങനെ നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റു ചെല്ലാം. വചനം എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കുന്നതിനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. എന്നുവെച്ചാൽ ഈ രൂപാന്തരീകരണം ഈശോയുടെ മഹത്വം വെളിപ്പെട്ട തിരുനാളാണ്. സ്വർഗാരോപണം, പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ തിരുനാളാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളെ പരിശോധിക്കുന്നതിനായി അഗ്നിശോധനകൾ, പരിശോധിക്കുന്നതിനായി ചെറിയ തലവേദനയോ കാലിൻ്റെ മുട്ടിന് വേദനയോ അല്ല, മാരകമായ അഗ്നിശോധനകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജോലിയാകാം, കുടുംബമാകാം, ജീവിത ബന്ധങ്ങളാവാം, ബന്ധപ്പെട്ടിങ്ങനെ എന്നെ വിടാതെ പിന്തുടരുമ്പോൾ അഗ്നിശോധന ഉണ്ടാകുമ്പോൾ വചനം പറയാണ്, അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്നതുപോലെ പരിഭ്രമിക്കരുത്, വിഷമിക്കരുത്, ടെൻഷൻ അടിക്കരുത്. എന്താണ്? ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ. ഇത് തന്നെയാണ് റോമ 8:17 അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് അവനോട് കൂടെ പീഡ അനുഭവിക്കുന്നു. എന്നുവെച്ചാൽ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നീ ആഹ്ലാദിക്കുക. എന്നിട്ട് ഈ വചനം പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ വെളിപ്പെടാൻ പോകുന്ന ഈ മഹത്വത്തെക്കുറിച്ചുള്ളൊരു അവബോധം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആത്മീയമായി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ലക്ഷ്യം ഈ താൽക്കാലികമായ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായി മാറുമ്പോൾ സത്യക്രിസ്ത്യാനിയായി ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. കാരണം നമുക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ സ്വർഗാരോപണം, ഈ രൂപാന്തരീകരണം, സ്വർഗത്തെക്കുറിച്ചുള്ളൊരു അവബോധം പോലും നമ്മളുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ മറഞ്ഞു പോവുകയാണ്. ഈ തിരുനാളുകൾ തീർച്ചയായിട്ടും ഈ ഓഗസ്റ്റ് മാസം മുഴുവനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ടുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് സഭയിലൂടെ നമുക്ക് നൽകുന്നത്. ഈ മാസത്തെ നമ്മൾ ഒരുപാട് വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട്. ഈ വിശുദ്ധരോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഈ മാസത്തിൻ്റെതായ എല്ലാ ദൈവകൃപകളും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും നമ്മുടെ ബന്ധങ്ങളിലേക്കെല്ലാം ദൈവം അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ, ഈശോയുടെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും സർവ്വവിധ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ഈ മാസത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയേ, എൻ്റെ ഈശോയേ, നിന്നെ ഞാനെന്നും സ്നേഹിക്കുന്നു. 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 ഈശോയേ, എൻ്റെ ഈശോയേ, എല്ലാറ്റിനും
എല്ലാറ്റിലും മേലെ സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, എല്ലാറ്റിലും മേലെ സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, എല്ലാറ്റിലും മേലെ സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, എല്ലാം മറന്നങ്ങേ സ്നേഹിക്കുന്നു. ഈശോയേ, എൻ്റെ ഈശോയേ, എൻ സ്വന്തമായങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളെ ഒന്ന് വിശദീകരിക്കാം. നമ്മുടെ ചിന്തകളെ ഈ കുർബാനയിലേക്ക് മാത്രം നമുക്ക് കേന്ദ്രീകരിക്കാം. നമ്മളെവിടെയായിരുന്നാലും കുറച്ച് സമയം നമ്മളെല്ലാം മറന്ന് നമ്മുടെ ഈശോയെ നമ്മൾ ആരാധിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നമുക്ക് ഭയഭക്തി ആദരങ്ങളോടെ മുട്ടന്മേൽ ആയിരിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നവർ കൈകൾ കൂപ്പി വലിയ സ്നേഹത്തോടും വലിയ ഭക്തിയോടും കൂടെ നമ്മുടെ ഇടയിലേക്ക് ജീവനോടെ ഇറങ്ങി വരുന്ന ഈശോയെ നമുക്കൊരു നിമിഷം ഒന്ന് ആരാധിക്കാം. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. ഈശോയാണല്ലോ, ഈശോയാണ്. ഈശോ സർവശക്തനായ ഈശോ, ജീവനുള്ളൊരു ഈശോ, എൻ്റെ വീട്ടിലേക്ക് ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ദേ കുർബാനയായി മാറി ഇങ്ങനെ അടുത്ത് ഈശോ വരുന്നൊരു സമയം. ഈശോ ശിഷ്യന്മാരെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും കാണാൻ ആഗ്രഹിച്ചു, അവരെ കണ്ടില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ. എനിക്ക് ശരീരത്തിൽ ജീവനുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, ചെവിക്ക് കേൾവിയുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ഈശോ ഔദാര്യമായി ദാനമായി തന്നതാണ്. അത് ഈശോയെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് സമയം നമ്മുടെ ഇടങ്ങളെ ഈ കുർബാനയുടെ സാന്നിധ്യമുള്ള ഒരിടങ്ങളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം. വലിയ തീവ്രമായ വിശ്വാസത്തോടെ വലിയ ഭക്തിയോടെ കുർബാനയുടെ മുന്നിലായിരിക്കാം. കരങ്ങളെ അതിനവറം പിടിച്ച് നമ്മുടെ ഉള്ളിൽ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിലായിരിക്കുന്ന ഈശോയെ നമുക്കൊരു നിമിഷം ആരാധിക്കാം. എല്ലാവരും ഉള്ളുകൊണ്ടിങ്ങനെ പറയട്ടെ, എല്ലാവരും ഉള്ളുകൊണ്ടിങ്ങനെ പറയട്ടെ, ഈശോയെ, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഈശോ, ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ സ്വന്തമായ എൻ്റെ ഈശോ, ഞാൻ നിന്നെ ആരാധിക്കുന്ന ഈശോ, ഈശോയെ, വലിയ ആഗ്രഹത്തോടെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഞങ്ങൾ ഈ ഓഗസ്റ്റ് മാസം ആരംഭിക്കാൻ പോകുന്നത്. ഈശോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിൻ്റെ സഹായം ആവശ്യമാണല്ലോ. കഴിഞ്ഞ മാസങ്ങളെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈശോയെ, ഈ പുതിയ മാസത്തെ പരിപൂർണമായി ഈശോയെങ്കിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. നമുക്ക് വിട്ടുകൊടുക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ഈ മാസത്തെ പരിപൂർണമായി ഈശോയിലേക്ക് സമർപ്പിക്കാം. നമുക്ക് സമർപ്പിച്ചേ, ഈശോയെ, ഇതേ എൻ്റെ ഈശോ, ഈ മാസത്തെ പരിപൂർണമായി ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നു.
ഈ മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ലതും ചള്ളുമായിട്ടുള്ള, മോശവും നന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് വിട്ടു. വലിയ അജ്ഞാതമായ ദൈവിക രഹസ്യങ്ങളുടെ ഭാഗങ്ങളാണ്, നമുക്കറിയില്ല. പക്ഷേ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. പരിപൂർണമായിട്ട് ഈശോയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്കൊരു ഗാനത്തിലൂടെ ഈശോയെ, ഇതാ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഈശോ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഈശോ, ഉള്ളുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഈശോ, ഈ മാസത്തെ പരിപൂർണമായ ഈശോയിലേക്ക് കൊടുത്തുകൊണ്ട് മുഴുവനായിട്ട് നമ്മളെ തന്നെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരമാരാധന. ചേർന്ന് പാടാം. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരമാരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കുർബാനയിലെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വളരെ പ്രത്യേകമായി ആഗോള തിരുസഭയെ മുഴുവനും കുർബാനയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോ, ഈ മാസത്തിൽ ഈശോ നീ തന്നെ സഭയാധികാരികളിലൂടെ, സഭാ ശുശ്രൂഷകളിലൂടെ ഈശോ നീ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയിലേക്ക് സഭയെ പരിപൂർണമായി സഭയെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സഭയെ, സഭാധികാരികളെ, മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ഞങ്ങളുടെ ആത്മീയമായി ഞങ്ങളെ സഹായിക്കുന്നവർ, ആത്മീയമായി വിവിധ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്ന എല്ലാ ശുശ്രൂഷകരെയും ശുശ്രൂഷാ മേഖലകളെയും എല്ലാവരെയും സമർപ്പിക്കാം. കുർബാനയിൽ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധനാ ഗീതം ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ ആരാധിച്ച് ഈ ആത്മീയ ശുശ്രൂഷാ മേഖലകളെ, പ്രത്യേകിച്ച് ശാലോം ടി വി നമുക്ക് ഒരുപാട് ദൈവകൃപകൾ നൽകുന്നു. ഈ ടി വിയുടെ മിനിസ്ട്രികളെ, അതുപോലെ തന്നെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകർ തുടങ്ങി വാർഡ് പ്രതിനിധികൾ തുടങ്ങി നമ്മളെ സഹായിക്കുന്ന എല്ലാവരെയും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുനാമമെന്നും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. ആരാധന ആരാധന ആയിരമാരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ആരാധന ആരാധന ആയിരമാരാധന. കരങ്ങൾ ഹൃദയത്തോട്
ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആരാധന ആരാധന ആത്മാവിൽ ആരാധന. വളരെ പ്രത്യേകമായി കുർബാനയിലെ ഈശോയിലേക്ക് നമ്മുടെ ഈ രാജ്യത്തെ വളരെ പ്രത്യേകമായിട്ട് ഈ ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ ഭാരത മഹാരാജ്യത്തെ കുർബാനയിലെ ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോ, രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ അകറ്റണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ഈശോയെ ചിതറിക്കണമേ. ഞങ്ങളുടെ ദേശത്തും ആഗോളതലങ്ങളിലും വലിയ സമാധാനം കൊണ്ടുവരണമേ. നമുക്ക് കുർബാനയിൽ ഈശോയിലേക്ക് നമ്മുടെ ഈ രാജ്യത്തെ ഭരണാധികാരികളെ, യുദ്ധങ്ങൾ മൂലം കെടുതി അനുഭവിക്കുന്നവരെ, വല്ലാത്ത അഭയാർത്ഥികളായി വല്ലാത്ത രീതിയിലുള്ള ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ, മരണമടഞ്ഞവരെ, സൈന്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മൊത്തമായിട്ടും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ രാജ്യത്തെ നീ അനുഗ്രഹിക്കണമേ. സമാധാനം നൽകി ഞങ്ങളുടെ ദേശത്തെ നീ അനുഗ്രഹിക്കണമേ. ദേശത്തെ അതിശക്തമായ ദൈവകൃപ വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. അങ്ങേ സന്നിധിയൽപനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. നമുക്ക് ചേർന്ന് പാടാം. ആരാധന ആരാധന ആത്മാവിൽ ആരാധന. ആരാധന ആരാധന ആയിരം ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ആരാധന ആരാധന ആത്മാവിൽ ആരാധന. കുർബാനയിലെ ഈശോയിലേക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ ഈ കുടുംബ ബന്ധങ്ങളെ, വിവാഹ ബന്ധങ്ങളെ ഈശോ നീ തന്നെ അങ്ങ് അനുഗ്രഹിക്കണം. എൻ്റെ കുടുംബം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികവും സാമ്പത്തികവും ഭൗതികവുമായിട്ടൊക്കെയുള്ള സംഘർഷങ്ങളുണ്ട്. പുറമേ നമ്മൾ സന്തോഷമുള്ളവരായിട്ട് കാണപ്പെടുന്നെങ്കിലും എനിക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ സങ്കടങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളി, മാതാപിതാക്കന്മാർ, മക്കൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ളവരുണ്ട്, അകന്നിരിക്കുന്നവരുണ്ട്, മരണം മൂലം വേർപെട്ടു പോയവരുണ്ട്. മുഴുവനായിട്ടും ഈ ഓഗസ്റ്റ് മാസത്തെ നമ്മുടെ കുടുംബത്തെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മാസത്തിൽ ശക്തമായ ദൈവകൃപകൾ നമ്മുടെ കുടുംബത്തിന് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്കൊരിക്കൽ കൂടി ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിൽ ആരാധന. ആരാധന ആരാധന ആയിരം ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ആരാധന ആരാധന ആത്മാവിൽ ആരാധന. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത്
ഈശോയെ, സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുള്ളവർ ഈ സമയം നമുക്ക് കുർബാനയിൽ ഈശോയിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, ശത്രുതയുടെ കെട്ടുകളെ, ഭിന്നതയുടെ അരൂപികളെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിർവീര്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം വളരെ ഭക്തിയോടുകൂടെ ശക്തമായ രീതിയിൽ കുർബാനയിലെ ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഈ കുർബാനയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ഭിന്നതയുടെ അരൂപികളെ, പൈശാചികമായ ബന്ധനങ്ങളെ, മേഖലകളെ, സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷങ്ങളെ പരിപൂർണമായിട്ട് ഈശോയിലേക്ക് സമർപ്പിക്കാം. അതിന് കാരണമായ ചില തിന്മയുടെ ആസക്തികളുണ്ട്, ചിലരുടെ പാപത്തിൻ്റെ അടിമത്തങ്ങളുണ്ട്. ഈ മേഖലകളെ പ്രത്യേകമായിട്ട് ഈശോയിലേക്ക് സമർപ്പിക്കാം. ജീവിത പങ്കാളി, മാതാപിതാക്കന്മാർ, മക്കൾ, ഇവരോരോരുത്തരെയും വിവാഹ ബന്ധത്തിലൂടെ നമുക്ക് ലഭിച്ച മാതാപിതാക്കന്മാരുണ്ട്, നമുക്ക് ലഭിച്ച മക്കളുണ്ട്. അവരെല്ലാം ഒരു നിമിഷം നമ്മൾ ഈശോയിലേക്ക് കൊടുക്കാം, ഈശോയിലേക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങൾക്ക് വേണ്ടത് മറ്റൊന്നും വേണ്ടിയിട്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അകത്ത് ഒരല്പം ദൈവ സമാധാനം നൽകണം. എൻ്റെ വീടിൻ്റെ അകത്ത് പണ്ടങ്ങ് നഷ്ടപ്പെട്ടു പോയ ഈശോയുടെ ഈ സ്നേഹ അനുഭവം ഈശോയെ വീണ്ടും ഞങ്ങൾക്ക് പുതുക്കി തരണം. ഈശോയുടെ കുർബാനയുടെ കൃപ ശക്തമായ രീതിയിൽ കുടുംബത്തിലേക്ക് ഇറങ്ങി വ്യാപരിച്ചുകൊണ്ട് ഈ ഭിന്നതയുടെ അരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കണമേ. ദൈവിക കൃപാവരങ്ങളാൽ ഭക്തരായ ആഴപ്പെട്ട വിശ്വാസമുള്ള ജീവിത പങ്കാളി, വിശ്വാസമുള്ള മക്കൾ, വിശ്വാസമുള്ള യുവതലമുറയെ ഞങ്ങൾക്ക് നൽകണമേ. കുടുംബത്തെ പരിപൂർണമായിട്ട് ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കുടുംബ ബന്ധങ്ങളെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. ആരാധന, 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 ആയിരം ആരാധന. ചേർന്ന് പാടാം. ആരാധന, ആരാധന, ആത്മാവിലാരാധന, ആരാധന, ആരാധന, ആയിരം ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ആരാധന, ആത്മാവിലാരാധന. സ്നേഹമുള്ളവരെ, ഈ സമയം നമുക്കറിയാവുന്നതും നമ്മുടെ കുടുംബത്തിലുള്ളവരുമായി രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവരെ നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം. വലിയ രീതിയിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെയൊക്കെ ആശുപത്രികളിൽ ഇങ്ങനെ വർഷങ്ങളായി കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്. വീടിൻ്റെ അകത്ത് വാർദ്ധക്യ സഹജമായും അല്ലാതെയുമൊക്കെ മാരകമായ രീതിയിൽ രോഗപീഠകൾ അനുഭവിച്ച് കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. സ്നേഹമുള്ളവരെ, വീടിൻ്റെ അകത്തിരുന്ന് നമ്മളിങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, മക്കളൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, കുർബാനയുടെ ശക്തിയാൽ രോഗപീഠകളുടെ മേൽ ഈശോയെ നീ സൗഖ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന മക്കളെ ഈശോ ഞങ്ങളിതാ കുർബാനയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, മക്കളെല്ലാം നീ അങ്ങ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സൗഖ്യത്തിൻ്റെ കരം മക്കളിലേക്കെല്ലാം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി കടകളിലായിരിക്കുന്നവരെ, കുടുംബങ്ങളിലെ രോഗപീഠകളിൽ കഷ്ടം അനുഭവിക്കുന്നവരെ മുഴുവനായിട്ടും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഇടപെടണമേ എന്നുള്ള ആഗ്രഹത്തോടെ, സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ നിന്ന് മിട്ടണമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ആ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. ആരാധന, ആരാധന, ആയിരം ആരാധന, 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 ആത്മാവിലാരാധന, ആരാധന, ആരാധന, ആയിരം ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ആരാധന, ആരാധന, ആത്മാവിലാരാധന. നമുക്ക് കണ്ണുകൾ തുറന്ന് കുർബാനയിൽ ഈശോയിലേക്ക് നോക്കാം. എല്ലാവരും ഈശോയിലേക്ക് മാത്രം നമ്മൾ നോക്കുന്നു. ഈശോയെ, ഞങ്ങളിതാ ഈ സമയം നിന്നെ ആരാധിച്ചു, ഞങ്ങളുടെ നിയമങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഈശോയെ, ഞങ്ങൾ ഈ ഒരു സമയം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വന്തം മക്കൾക്കോ
സ്വന്തം ജീവിത പങ്കാളിക്ക് പോലും അറിയാത്ത എൻ്റെ ജീവിതത്തിൻ്റേതായ ചില സങ്കടങ്ങളുണ്ട്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാനിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടും, ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടും, അവർക്ക് വേണ്ടി ജീവിച്ചിട്ടും എനിക്കൊരു വില തരുന്നില്ല. എന്നെ മനസ്സിലാക്കുന്നില്ല. വല്ലാത്ത രീതിയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന മക്കളെ ഈശോയിലേക്ക് സമർപ്പിച്ച ഈശോ ശക്തമായ രീതിയിൽ വലിയ സമാധാനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വലിയ ഭാരത്തെ ഈ കുർബാനയിലെ ഈശോ എടുത്തു മാറ്റുന്ന സമയങ്ങളാണല്ലോ. നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ ഭാരം അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നീ ഈ ഭാരത്തെ എനിക്ക് താ, അത് തരാം. അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഇങ്ങനെ ജീവനോടെ കുർബാനയായി മാറിയ ഈശോ നിൻ്റെ ഭവനത്തിൻ്റെ അകത്തേക്ക് ഇപ്പോൾ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ സങ്കടത്തെ, ഈ വിഷമത്തെ ഒരുപാട് ആളുകളോട് ഞാൻ പറഞ്ഞു നോക്കി, പക്ഷേ എനിക്ക് ഒരിടത്തും തെല്ലും ഒരാശ്വാസം ലഭിച്ചിട്ടില്ല. എന്നെ ശാശ്വതമായി എന്നെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. എനിക്ക് ഈശോ അല്ലാതെ മറ്റെവിടെയാണ് ഈശോ ആശ്രയം? എനിക്ക് ഈശോയുടെ അടുക്കലല്ലാതെ മറ്റാരുടെ അടുക്കലാണ് ഒരല്പ സമാധാനത്തിനായിട്ട് പോവുക? ഈശോയെ, എൻ്റെ ഉള്ളിലെ ഭയം, നിരാശ, സങ്കടങ്ങൾ, ഈ മേഖലകളെ നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം. ആത്മഹത്യ ചെയ്യണമെന്ന് പോലും വിചാരിച്ചിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ടല്ലോ, ഇത് കൊടുത്ത ഈശോയിലേക്ക് സമർപ്പിച്ച് നിൻ്റെ വീടിൻ്റെ അകത്തേക്ക് നീ എത്ര അധ്വാനിച്ചാലും, നീ എത്ര പ്ലാൻ ചെയ്താലും അതിലും മുകളിൽ വിശ്വസിക്കാനാവാത്ത വിധം ദൈവം നിൻ്റെ കുടുംബത്തിലേക്ക് പ്രവർത്തികൾ ചെയ്യും. എത്ര നീ മനസ്സിലാക്കാൻ നിൻ്റെ ബുദ്ധി കൊണ്ട് ശ്രമിച്ചാലും നിനക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിൻ്റെ മീതെ ദൈവം പ്രവർത്തിക്കും. എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചില സംഘർഷങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ഇത് മാറില്ലെന്ന് പിശാച് പലവട്ടം നിൻ്റെ അകത്തളങ്ങളിൽ പറഞ്ഞ് നിൻ്റെ പ്രാർത്ഥന പോലും നീ നിർത്തിയിട്ടുണ്ടാവാം. സ്നേഹമുള്ളവരെ, ഈശോ ഇടപെടുന്ന സമയങ്ങളല്ല ഇത്. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുർബാനയിൽ ഈശോയിലേക്ക് ഈ ഭാരത്തെ, സങ്കടങ്ങളെ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടെന്ന് പറഞ്ഞ ഒരു കർത്താവിൻ്റെ മുന്നിലല്ലേ ഞാനായിരിക്കുന്നത്. നിൻ്റെ ഉത്കണ്ഠകളും ഭാരങ്ങളും എന്നിലേക്ക് താ എന്ന് പറഞ്ഞുള്ള ഒരു കർത്താവിൻ്റെ സന്നിധിയിലല്ലേ ആയിരിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, ഉത്കണ്ഠകളെ, ഹൃദയത്തിൻ്റെ വിലാപങ്ങളെ, നീറുന്ന അനുഭവങ്ങളെ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലായിരുന്നു കൊണ്ട് ആ നിയോഗങ്ങളെല്ലാം കുർബാനയിലെ ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇടപെടണമേ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ സങ്കടങ്ങളുടെ മീതെ, കണ്ണുനീരിൻ്റെ മീതെ ദൈവിക കൃപാവരങ്ങൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ അത്ഭുതകരമായി നീ ചൊരിയണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഒരു സമയം നമ്മൾ വിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ, ആശീർവദിക്കാൻ പോകുന്ന സമയങ്ങളാണ്. നമുക്ക് വീണ്ടും ഭയഭക്തി ആദരങ്ങളോടെ ആയിരിക്കാം. ഈ മാസത്തെ സമൃദ്ധമായ ദൈവകൃപയുടെ ഒരു വളർച്ചയുടെ മാസമായി മാറട്ടെ. നമുക്ക് ഈശോയുടെ മുന്നിൽ ഇങ്ങനെ അടയിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവ് ബലപ്പെടുന്ന ഒരു മാസമായി മാറട്ടെ. പ്രതികൂലങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ പോരുന്ന ഒരു ബലം ലഭിക്കുന്ന ഒരു മാസമായി ഇത് മാറട്ടെ. ഞങ്ങളുടെ കാലാവസ്ഥയും ഭൗതികമായ സാമ്പത്തിക മേഖലകളിലെല്ലാം ശക്തമായ ദൈവിക സംരക്ഷണം ലഭിക്കുന്ന ഒരു മാസമായി ഈ മാസം മാറട്ടെ.
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ മാസത്തെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഈശോ കുർബാനയുടെ ശക്തിയാൽ നമ്മുടെയും ദേശാന്തരങ്ങളെയും സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.